ഓരോ പ്രദേശത്തെയും പേരുകൾ രൂപപ്പെടുന്നത് യാദൃശികമായല്ല. അതത് കാലത്തെ സംസ്കാരത്തിന്റെ പോരാട്ടത്തിന്റെ ചരിത്രം ഇവയിലൂടെ വിളിച്ചു ഓതുന്നുമുണ്ട്. തലസ്ഥാന നഗരിയുടെ പഴയകാല പേരുകളിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്തുകയാണെങ്കിൽ തലസ്ഥാന നഗരിക്ക് എങ്ങനെയാണ് തിരുവനന്തപുരം എന്ന പേര് ലഭിച്ചത് എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോൾ മുതലാണ് ഈ പേര് ഉപയോഗിച്ച് തുടങ്ങിയത് എന്ന് അറിയാവോ? വാദങ്ങൾ പലതുണ്ടെങ്കിലും പത്മനാഭസ്വാമി ക്ഷേത്രമാണ് ഈ പേര് വരാൻ കാരണമെന്നാണ് കൂടുതൽ പേരുടെയും പക്ഷം. അനന്തന്റെ പുരം എന്നതിനോട് ബഹുമാന സൂചകമായി തിരു ചേർന്നുണ്ടായതാണ് തിരുവനന്തപുരം എന്ന പേര് കരുതപ്പെടുന്നുണ്ട്. അതിനു മുമ്പ് തിരു അനന്തപുരം എന്നാണ് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥാപിക്കപ്പെടുന്നതിന് മുമ്പ് ആ സ്ഥലം അനന്തൻകാട് എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. സദാ ആനന്ദം തുളുമ്പുന്ന നഗരം എന്ന അർത്ഥത്തിൽ ആനന്ദപുരം എന്നും അതിനു മുമ്പ് ശ്രീയും കൂടി ചേർത്ത് ശ്രീ ആനന്ദപുരം എന്നും അത് പിന്നീട് സ്യാനന്തൂരമായി തുടങ്ങിയ പ്രചാരണങ്ങളുമുണ്ട്. 1375 മുതൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സംബന്ധിച്ച് മതിലകം രേഖകളിൽ തിരുവാനന്തപുരം എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. യൂറോപ്യന്മാരുടെ വരവിന് ശേഷമാണ് തിരുവനന്തപുരം എന്ന് ഉപയോഗിച്ച് തുടങ്ങിയത് എന്നുള്ള വാദവുമുണ്ട്. 1991 വരെ തിരുവനന്തപുരത്തെ ഔദ്യോഗികമായി ട്രിവാൻഡ്രം എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നീട് സർക്കാർ ഉത്തരവ് പ്രകാരം തിരുവനന്തപുരം എന്ന രേഖകളിൽ മാറ്റം വരുത്തുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും ട്രിവാൻഡ്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. തിരുവനന്തപുരത്തിന് പിന്നിൽ ഇത്രയധികം കഥകൾ ഉണ്ടെങ്കിൽ മറ്റ് സ്ഥലങ്ങളുടെ കാര്യം എന്തായിരിക്കും സ്ഥിതി? കുഴിയത്തുമുക്ക് മെഡിക്കൽ കോളേജ്, വിളയിൽ വിളാകം മെഡിക്കൽ കോളേജ് ക്യാമ്പസ്, വെട്ടുവഴി കണ്ണമൂല, പാറ്റുവിള പാറ്റൂര്, KT ജേക്കബ് നഗർ പ്രശാന്ത് നഗർ, ആമത്തറ വയൽ കനക നഗർ എന്നൊക്കെയാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. നഗരത്തിലെ വിവിധ ഇടങ്ങളുടെ പഴയ പേരുകൾ ഒന്ന് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മാർത്താണ്ഡൻ തോപ്പ് പഴവങ്ങാടിയായി, കഷായപുരമുക്ക് ആയുർവേദ കോളേജായി, കോവിൽവിള ശ്രീകണ്ഠേശ്വരമായി, പുത്തൻചന്ത MG റോഡായി, കച്ചേരി നട സ്റ്റാച്യു ആയി, ഊറ്റുകുഴി സ്പെൻസറായി, സയൻസ് കോളേജ് ജംഗ്ഷൻ VJT ജംഗ്ഷനായി, ഊരുകുളം ആശാൻ സ്ക്വയറായി, തല്ലുക്കുളി പുരിയടമുക്ക് പ്രശാന്ത് മുക്കായി, തിരുമതിരപ്പേട്ട പേട്ടയായി, ആനത്തറ ചാലാച്ചിറ റോഡായി, എഞ്ചിനീയറിംഗ് കോളേജ് ജംഗ്ഷൻ PMG ജംഗ്ഷനായി, കൊട്ടാരംകാട് PTP നഗറായി, റൊട്ടിക്കടമുക്ക് ബേക്കറി ജംഗ്ഷനായി, രഥപുരക്കുന്ന് ശാസ്തമംഗലമായി, എള്ളുവിള പൈപ്പിൻ മൂടായി, മരുതമ്മൂട് പേരൂർക്കടയായി, കറ്റച്ചക്കോണം കേശവാസപുരമായി, ഉള്ളൂർക്കുന്ന് ഉള്ളൂരായി, പട്ടാമൂട് ശ്രീകാര്യമായി. ഇങ്ങനെയാണ് ചരിത്രം.